നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊടുത്തു, പാഗ്ഡസ് പ്രിൻസസിൽ ഇട്ട് തന്നെ കൊടുത്തു. PSG ഇതാ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നു ബയേൺ മ്യൂണിക്ക്. ലൂയിസ് ഡയസിൻ്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ബ്രേസ് അടിച്ചു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ റെഡ് കാർഡ് വാങ്ങി. റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് രണ്ടാം പകുതി മുഴുവനും അവർക്ക് 10 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എന്നാലും ബയേൺ ആ കളി വിജയിച്ച് കയറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇത് പാഗ്ഡസ് പ്രിൻസസിൽ വെച്ച് നടന്ന മത്സരമാണ്. ബോൾ പൊസിഷനൊക്കെ കൂടുതൽ PSG തന്നെയായിരുന്നു. പക്ഷേ ഫിസിക്കലി വളരെ പ്രസൻ്റ് ആയിരുന്നു ബയേൺ മ്യൂണിക്ക്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ആദ്യ പകുതി അവർ മികച്ചിരുന്നു. രണ്ടാം പകുതി പിന്നെ 10 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഗോൾ അവർ തിരിച്ചു വഴങ്ങി. നോക്കുക, 71% PSG ബോൾ പൊസിഷൻ, 29% ബയേണിൻ്റേത്. ഷോട്ടുകൾ നോക്കിയാൽ 25 PSG, 9 ബയേൺ. ഷോട്ട് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിൽ PSG 9, ബയേൺ 5 എന്നുള്ളതാണ്. ദെൻ പാസുകളുടെ കാര്യമാണ് ശ്രദ്ധേയം. 200 പാസുകളെങ്കിലും 400 പാസുകൾ അധികം കൊടുത്തിട്ടുണ്ട് PSG എന്നുള്ളതാണ്. 645 പാസുകളാണ് PSG-യുടേതെങ്കിൽ 226 പാസുകളെ ബയേണിൻ്റേതുള്ളൂ. എന്നിട്ടും പക്ഷേ ബയേൺ തന്നെ വിജയിച്ച് കയറി. അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതങ്ങനെയാണ്, കളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ 10 പേരെ വെച്ച് കളിക്കുമ്പോൾ. പക്ഷെ അവർ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പം അധികം ഷോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പലതും ലോങ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാനുവൽ ന്യൂയർ തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. പിന്നെ PSG ഭാഗത്ത് അഷ്റഫ് ഹക്കീമിക്ക് പരിക്ക് പറ്റി. അത് വളരെ വളരെ റെക്ലെസ് ആയിട്ടുള്ളൊരു ടാക്കിളാണ് ലൂയിസ് ഡയസ് നടത്തിയത്. ആദ്യം റെഫറി യെല്ലോ ആണ് കൊടുത്തത്. പിന്നെ വാറൊക്കെ നോക്കി ലെങ്തി ചെക്കിന് ശേഷം റെഡ് കാർഡ് കൊടുത്ത് വിട്ടു. കൂടാതെ ഡംബലേക്കും പരിക്ക് പറ്റി. വീണ്ടും ഡംബലേക്ക് പരിക്ക് പറ്റി എന്നുള്ളതൊക്കെ PSG തിരിച്ചടിയാണ്. മത്സരത്തിൽ ലൂയിസ് ഡയസിൻ്റെ ബ്രേസ് ബയേണിന് കരുത്ത് പകർന്നപ്പോൾ ജാവോ നവസിൻ്റെ ഒരു ഗോൾ PSG ആശ്വാസം നൽകി. പക്ഷേ കളി അവർക്ക് തിരികെ പിടിക്കാൻ പറ്റിയില്ല. പാഗ്ഡസ് പ്രിൻസസിൽ വെച്ച് നടന്ന മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്വിച്ച കവറസ്കേലിയ, ഒസ്മാൻ ഡംബലെ, ബർക്കോള എന്നിവരാണ് മുന്നേറ്റത്തിലുണ്ടായിരുന്നത്. മറുഭാഗത്ത് ഹാരി കെയിനെ മുന്നിൽ നിർത്തി ലൂയിസ് ഡയസ്, സെർജി ഗ്നാബ്രി, ഒലീസെ എന്നിവരെയൊക്കെയാണ് നിർത്തിക്കൊണ്ട് ബയേണും അവരുടെ കളി പുറത്തെടുത്തു. മത്സരത്തിൻ്റെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ലൂയിസ് ഡയസിലൂടെ ബയേൺ ലീഡെടുത്തിരുന്നു. 32ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ നേടി. പക്ഷേ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ലൂയിസ് ഡയസിന് ആ റെഡ് കാർഡ് കിട്ടിയത്. അവർ 10 പേരായിട്ട് ചുരുങ്ങിപ്പോയി. ആദ്യ പകുതിയിൽ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ PSG കളി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരെ നടത്തി. അതിനൊടുവിൽ 74ാമത്തെ മിനിറ്റിൽ ജാവോ നവസിൻ്റെ ഗോൾ വന്നു. പക്ഷേ അതുകൊണ്ട് അവർക്ക് മത്സരം പൂർണ്ണമായിട്ടും തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവിടെ ബയേൺ തുടർച്ചയായിട്ട് 16ാമത്തെ വിജയമാണ്. സീസണിൽ അവർ കുതിപ്പ് തുടരുകയാണ്. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 4 കളികളും വിജയിച്ച് 12 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത്. PSG കാലിടറി 4 കളികളിൽ നിന്നിപ്പോൾ 9 പോയിന്റാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.